Hello friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് എഗ് പഫ്സ് ആണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഫ്സിന്റെ അതേ രുചിയിൽ തന്നെയാണ് ഈ ഒരു ഫ്രൈഡ് എഗ് പഫ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയത്, അതുപോലെ വെളുത്തുള്ളി ഒരു 5 അല്ലി ചെറുതായി നുറുക്കിയത്, 3 പച്ചമുളക് ചെറുതായി നുറുക്കിയത്, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. അത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് 2 മിനിറ്റ് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി അതോടെ അടച്ചു വയ്ക്കാം. അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായി സോഫ്റ്റ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിന് ഞാൻ 2 ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഓരോ ബോളിൽ നിന്നും 5 കുട്ടി ബോൾസ് നമുക്ക് റെഡിയാക്കി വെക്കാം. കുഞ്ഞു ബോൾസ് ആക്കി ഇങ്ങനെ മാവ് മാറ്റി വയ്ക്കാം. നമ്മൾ കുഞ്ഞ് പപ്സ് അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് കുട്ടി ബോൾസ് ആക്കി വെച്ചത്. അങ്ങനെ നമുക്കൊരു 10 പപ്സാണ്, കുട്ടി പപ്സാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക, ഈ ഒരു അളവിന് മാവിന്. ഇനി നമുക്ക് ആ ഒരു കുട്ടി പപ്സും കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കണം. നൈസാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ ഒരു ഷീറ്റ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ലെയറുകളൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പപ്സ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് നമ്മൾ റെഡിയാക്കി വെച്ചുള്ള ഫില്ലിങ് ഈ ഷീറ്റിൻ്റെ സെൻറ്ററിൽ കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. പിന്നെ ഒരു മുട്ടയെ പുഴുങ്ങിയ മുട്ട 8 പീസാക്കിയതിൽ നിന്നും 1 പീസാണ് നമ്മളിതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. അത്രയും മതി കേട്ടോ ഈ ഒരു പപ്സിന്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പപ്സ് റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കി മാവെല്ലാം ഞാൻ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ 10 പപ്സ് നമുക്കിതുപോലെ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണം ഫ്രൈ ചെയ്ത് കഴിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ 9 എണ്ണം കാണുന്നത്. ഇനി നമുക്ക് നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഓരോന്നും വീതം ഇട്ട് കൊടുത്തിട്ട് നന്നായി മുങ്ങിക്കിടക്കുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ മേലേക്ക് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഗോൾഡൻ കളർ 2 ഭാഗത്തും വരുന്നത് വരെ നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി പപ്സ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഒത്തിരി ലെയറുകളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല നമ്മൾ സാധാരണ മേടിക്കുന്ന ആ ഒരു പപ്സിൻ്റെ ടേസ്റ്റിലാണ് ഈ ഒരു പപ്സും ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല അടിപൊളി മസാലയായിട്ടുള്ള കുട്ടി ഫ്രൈഡ് പപ്സാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.